ഹായ് ഫ്രണ്ട്സ്, ഇന്ന് +2 ബയോളജി സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കും അല്ലെ. ഒന്നെങ്കിൽ അവർ മെഡിക്കൽ ഫീൽഡ് ഓപ്റ്റ് ചെയ്യാനോ, അതായത് ഫ്യൂച്ചറിൽ അവർ മെഡിക്കൽ ഫീൽഡ് ഓപ്റ്റ് ചെയ്യാനോ, ഇല്ലെങ്കിൽ പാഷനേറ്റ് ആയിട്ടുള്ള കോഴ്സസ് ചൂസ് ചെയ്യാനോ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കും അല്ലെ. പാഷനേറ്റ് കോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ടെക് റിലേറ്റഡ് കോഴ്സുകൾ, അല്ലെങ്കിൽ ഇക്കാലത്തെ അതായത് നമ്മുടെ ന്യൂ ജനറേഷനിലെ റിലേറ്റഡ് കോഴ്സുകൾ, ഇല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് പോലുള്ള കോഴ്സുകളൊക്കെ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസും, അതല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് തന്നെ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസും ആയിരിക്കും അല്ലെ. ഇങ്ങനെ മെഡിക്കൽ ഫീൽഡ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് എല്ലാവർക്കും ഒരു ഫോക്കസ് ഉണ്ടാവും. ഒന്നെങ്കിൽ MBBS, BAMS, BDS, BHMS പോലുള്ള കോഴ്സുകളും, ഇല്ലാന്നുണ്ടെങ്കിൽ പാരാമെഡിക്കൽ റിലേറ്റഡ് കോഴ്സുകളും. ഇന്നും നമ്മുടെ മുൻകാലങ്ങളിലും പാരാമെഡിക്കൽ കോഴ്സിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു കോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഒരു ഡൗട്ടും ഇല്ലാതെ നമ്മുടെ സ്റ്റുഡൻസിന് എല്ലാവർക്കും അറിയാം BSc നഴ്സിംഗ് എന്ന്. അപ്പൊ നമുക്ക് ഇന്ന് BSc നഴ്സിംഗിനെ കുറിച്ച് കുറച്ച് വിശദമായിട്ട് നോക്കിയാലോ. നമ്മുടെ കേരളത്തിൽ ഉള്ള സ്റ്റുഡൻസിന് BSc നഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവർക്ക് കേരളത്തിനകത്ത് തന്നെ അഡ്മിഷൻ കിട്ടി, നല്ല കോളേജുകളിൽ അഡ്മിഷൻ കിട്ടി, കേരളത്തിനകത്ത് തന്നെ പ്ലേസ്ഡ് ആവാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു ഓപ്ഷൻ കേരളത്തിന് പുറത്ത്, അതായത് നമുക്ക് കേരളത്തിന് നിയർ ബൈ തമിഴ്നാടോ കർണാടകയോ നല്ലൊരു മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ഒരു മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലോ അഡ്മിഷൻ കിട്ടാനും, ദെൻ എബ്രോഡ് എവിടെയെങ്കിലും പഠിച്ചതിന് ശേഷം എബ്രോഡ് എവിടെയെങ്കിലും വർക്ക് ചെയ്യാനോ ആഗ്രഹിക്കുന്നവരായിരിക്കും. ഇത് രണ്ടും നമ്മുടെ സ്റ്റുഡൻസിന് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇൻസൈഡ് കേരളയാണ് നിങ്ങൾ BSc നഴ്സിംഗിന് അഡ്മിഷൻ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് LBS, ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് പറയുന്ന അലോട്ട്മെന്റ് ത്രൂ ആയിരിക്കും കേരളത്തിനകത്ത് BSc നഴ്സിംഗിന് അഡ്മിഷൻ നടക്കുന്നത്. കേരളത്തിന് പുറത്ത് പല സ്റ്റേറ്റുകളിലും അതത് എൻട്രൻസ് എക്സാമിന്റെയോ അല്ലെങ്കിൽ പല യൂണിവേഴ്സിറ്റികളിലും അതത് എൻട്രൻസ് എക്സാമിന്റെ ബേസിലോ, ഇനി എൻട്രൻസ് എക്സാം ഒന്നുമില്ലാതെയും നമുക്ക് ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇൻസൈഡ് കേരളയാണെങ്കിലും ഔട്ട്സൈഡ് കേരളയാണെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ BSc നഴ്സിംഗിന്റെ കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത് 4 ഇയർ ആണ്. 4 ഇയർ എന്ന് പറയുന്നത് ഇൻക്ലൂഡിംഗ് ഇന്റേൺഷിപ്പ് ആണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻസൈഡ് കേരളയാണെങ്കിലും ഔട്ട്സൈഡ് കേരളയാണെങ്കിലും ഏറ്റവും ബെറ്റർ മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നല്ല ഹോസ്പിറ്റലിൽ മാത്രമേ നല്ല പേഷ്യന്റ് ഫ്ലോ ഉണ്ടാവുള്ളൂ. അതിനനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെക്ഷൻ വളരെ നന്നായിട്ട് കിട്ടുകയുള്ളൂ. പ്രാക്ടിക്കൽ സെക്ഷനാണ് BSc നഴ്സിംഗിന്റെ മെയിൻ കാറ്റഗറി എന്ന് പറയുന്നത്. പാരാമെഡിക്കൽ കോഴ്സിൽ ഏറ്റവും പേഷ്യൻസോട് കൂടി തന്നെ വർക്ക് ചെയ്യേണ്ട ഒരു കോഴ്സാണ് BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു ഡോക്ടർ എത്രമാത്രം പേഷ്യൻസോട് കൂടി വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ നിങ്ങളും വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം മേ ബി കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും BSc നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സിന് സീറ്റ് അലോട്ട് ചെയ്തിരിക്കുന്നത് കൂടുതലും ഫീമെയിൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. ഫീമെയിൽ സ്റ്റുഡൻസിനും മെയിൽ സ്റ്റുഡൻസിനും ഫീസിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഡിഫറൻസ് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ ഔട്ട് ഓഫ് കേരള, അതായത് പുറത്തുള്ള സ്റ്റേറ്റ്സിലാണ് നിങ്ങൾ അഡ്മിഷൻ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഫീമെയിൽസിന് പൊതുവെ ഫീസ് കുറവും, മെയിൽ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫീസ് കൂടുതലുമായിട്ടായിരിക്കും വരിക. നിങ്ങളൊരു മെയിൽ കാൻഡിഡേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും വറി ചെയ്യേണ്ട ആവശ്യമില്ല. BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത ഒരു ബോയ് കാൻഡിഡേറ്റിന് ഹൈ ഡിമാൻഡ് ആയിരിക്കും, അതും ഇന്ത്യയിലും എബ്രോഡും. ഇനി നമ്മൾ രണ്ടാമതായിട്ട് നോക്കുന്ന കാര്യം BSc നഴ്സിംഗ് എടുത്ത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് +2 സയൻസ് കഴിഞ്ഞ സ്റ്റുഡൻസിന് മാത്രമാണോ ഓക്കെ ആയിട്ട് ഉണ്ടാവുക എന്നൊരു ക്വസ്റ്റ്യൻ നോർമലി എല്ലാ സ്റ്റുഡൻസിനും ചോദിക്കാറുണ്ട്. BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തായാലും +2 സയൻസിന് 50% മാർക്ക് കമ്പൽസറി ആണ്. അത് ഇൻസൈഡ് ആണെങ്കിലും ഔട്ട്സൈഡ് കേരളയാണെന്നുണ്ടെങ്കിലും. ഇനി 10th കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസോ അല്ലെങ്കിൽ +2 ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് പോലുള്ള കോഴ്സസ് ചൂസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനോ നേഴ്സിംഗ് ഫീൽഡിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ക്വസ്റ്റ്യൻ എല്ലാവരും ചോദിക്കാറുണ്ടല്ലേ. യെസ്, പോസിബിൾ ആണ്. +2 കൊമേഴ്സ് എടുത്ത് പഠിച്ച സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിച്ച സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ 10th വെച്ച് സ്റ്റോപ്പ് ചെയ്ത സ്റ്റുഡൻസിനോ ചൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കോഴ്സാണ്, അതായത് നേഴ്സിംഗ് പോലെ തന്നെയുള്ള മറ്റൊരു കോഴ്സാണ് GNM, ജനറൽ നഴ്സിംഗ്. ജനറൽ നഴ്സിംഗിന്റെ കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത് 3 ഇയർ + ഹാഫ് ഇയർ ഇന്റേൺഷിപ്പ് ആണ് വരുന്നത്. BSc നഴ്സിംഗിന്റെ അതേ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് നിങ്ങൾ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് യുവർ GNM കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് PSc എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടെ ഇന്ന് കേരളത്തിനകത്തും പുറത്തും അവൈലബിൾ ആണ്. GNM-ഉം BSc നഴ്സിംഗും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ GNM-ൽ നിങ്ങൾ ഫുള്ളി പ്രാക്ടിക്കൽ സെക്ഷൻ അല്ലെങ്കിൽ ക്ലിനിക്കൽ പ്രാക്ടീസ് ആയിരിക്കും ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്നാൽ BSc നഴ്സിംഗിൽ തിയറി സെക്ഷനും പ്രാക്ടിക്കൽ സെക്ഷനും ഒരുപോലെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾ BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി ഫീസ് സ്ട്രക്ചറിന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ വളരെ വലിയൊരു ഫീസ് ഡിഫറൻസ് നിങ്ങൾ GNM-ഉം BSc നഴ്സിംഗും തമ്മിൽ കാണാനായിട്ട് പറ്റും. അതായത് ആവറേജ് ഒരു 1 lakh അല്ലെങ്കിൽ 50,000 GNM നിങ്ങൾക്ക് ഇയർലി ട്യൂഷൻ ഫീസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ BSc നഴ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ 2 lakh, 3 lakh, 4 lakh ആയിരിക്കും നിങ്ങൾക്ക് ഇയർലി ട്യൂഷൻ ഫീസ് BSc നഴ്സിംഗിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുക. അത് ഇൻസൈഡ് കേരളയാണെങ്കിലും ഔട്ട്സൈഡ് കേരളയാണെങ്കിലും.
GNM ആണെങ്കിലും BSc നഴ്സിംഗ് ആണെങ്കിലും നിങ്ങൾക്ക് ഹൈ ഡിമാൻഡോട് കൂടെ തന്നെ നല്ലൊരു സാലറിയിൽ നിങ്ങൾക്ക് എബ്രോഡ് ആണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും വർക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ഈ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാനും കോളേജസ്, യൂണിവേഴ്സിറ്റീസ്, ബെറ്റർ മെഡിക്കൽ കോളേജസ്, മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ഇൻസൈഡ് കേരള ആണെങ്കിലും ഔട്ട്സൈഡ് കേരള ആണെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സൈറോ എഡ്യൂക്കേഷനുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.